എൻ്റെ നിലപാടുകളിലും മാറ്റമൊന്നുമില്ല. അങ്ങനെയാണേൽ പിന്നെ മെമ്പർഷിപ്പ് എടുക്കുകയോ ചേരുകയോ ചെയ്യണമെങ്കിൽ അത് നേരത്തെ നടന്നു പോയേനെ. അതുകൊണ്ട് പത്രമാധ്യമങ്ങൾ കാണുന്നത് പോലെയും എതിർചേരിയിലെ ഉള്ളവർ വിമർശിക്കുന്നത് പോലെയും BJPയിലേക്ക് ചേരാനോ അല്ലെങ്കിൽ അവരുടെ ഒരു ആനുകൂല്യം വാങ്ങിക്കാനോ പോയതല്ല. നേരത്തെ ഉണ്ടായിരുന്ന അദ്ദേഹം 2 വട്ടം മന്ത്രിയായിരുന്നു. ആ സമയത്ത് ഒക്കെ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തിപരമായ കാരണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പോയത്. ആ കൂട്ടത്തിൽ പൊതുവിൽ ആരാണെങ്കിലും സംസാരിക്കുന്ന പോലെയുള്ള തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങളും രാഷ്ട്രീയവും 1-2 വാക്കുകൾ അങ്ങനെ സംസാരിച്ചു. അദ്ദേഹവും ഞാനുമായിട്ട് മറ്റു വേറെ മറച്ചു വെക്കേണ്ട ഒരു കാര്യവും ധാരണയിൽ ഉണ്ടാക്കിയിട്ടില്ല. എന്താണ് ഡൽഹി പോയി കാണേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു? താങ്കൾ ആദ്യം പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട വിഷയമാണെന്ന് പറഞ്ഞു, പിന്നീട് വിവാഹകാര്യം അല്ല, വിവാഹത്തിൻ്റെ ക്ഷണമാണ് എൻ്റെ സഹോദരിയുടെ. അതാണ് പ്രധാനം. അങ്ങർക്ക് കാലിൽ ഒരു ചെറിയ പ്രശ്നം പറ്റിയിട്ടുണ്ട്. അപ്പം നേരത്തെ വിളിച്ചിരുന്നു, കത്ത് കൊടുക്കാനാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ വരാൻ പറ്റാത്തതുകൊണ്ട് എന്നെ പോകണമെന്ന് പറഞ്ഞു. എന്നാലും പിന്നെ ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ പോവില്ല എന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ കൂട്ടത്തിൽ ഞങ്ങൾ 2 പേരും പോകാൻ തയ്യാറായത്. പോയ കൂട്ടത്തിൽ ഇവിടെ ഇപ്പം എല്ലാ ദിവസവും ആനയുടെയും ഒക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് യാദൃശ്ചികമായി സാധാരണ സംസാരിക്കുന്ന പോലെയുള്ള വിഷയങ്ങൾ സംസാരിച്ചു. പ്ലാന്റേഷനിലെ കാര്യങ്ങൾ, തോട്ടം തൊഴിലാളികളുടെ താമസവും സ്ഥലവും വീടും ഒക്കെ ദീർഘമായ സ്വപ്നങ്ങളാണ്. അതിൻ്റെ ഒരു കാര്യം പറഞ്ഞു. മക്കളുടെ പഠനവുമായി ബന്ധപ്പെട്ട ജാതി സർട്ടിഫിക്കറ്റ് വല്ലാത്ത പ്രശ്നമാണ്. അത് 10/86 മുതൽ ഇങ്ങോട്ടേക്ക് ഒരു മൈഗ്രേറ്റഡ് ഇഷ്യൂ ആണ്. അങ്ങനെ 2-3 കാര്യഗൗരവമായ പണ്ടത്തെ കാര്യങ്ങൾ യാദൃശ്ചികമായി സംസാരിച്ചു എന്നുള്ളതേ ഉള്ളൂ. പ്രധാനമായി പോയത് ക്ഷണിക്കാൻ വേണ്ടി, ചടങ്ങിന് ക്ഷണിക്കാൻ വേണ്ടി മാത്രം പോയത്. എനിക്ക് ഇനിയിപ്പോൾ സഹോദരിക്ക് വിവാഹം കഴിക്കേണ്ട അദുറയുടെ. നിലവിൽ ഇതുവരെ CPM അംഗത്വം പുതുക്കിയിട്ടില്ലല്ലോ, ഇത് പുതുക്കുമോ? അത് നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണല്ലോ. പാർട്ടിയിൽ നേതാക്കൾ സംസാരിക്കും, ധാരണയുണ്ടാക്കും. അതിനനുസരിച്ച് അത് ഞാൻ പാർട്ടിക്കുള്ളിലുള്ള പ്രശ്നമാണ്. ഇങ്ങനെ BJPയിലേക്ക് പോകുന്നുള്ള അഭ്യൂഹങ്ങൾ ഭയങ്കര ശക്തമായിട്ട് തന്നെ ഉണ്ട്. ഇങ്ങനെ ഡൽഹിയിൽ പോയൊരു കൂടിക്കാഴ്ച, അത് മാത്രമല്ല ഒരു ഫോട്ടോയും ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. പ്രകാശ് ജാവ്ദേക്കറും S. രാജേന്ദ്രനും തമ്മിലുള്ളൊരു ഫോട്ടോയും പ്രചരിക്കുന്നുണ്ട്. അതൊക്കെ ഈ കല്യാണം വിളിക്കാൻ പോയതിന്റെ ഭാഗമായിട്ടുള്ളൊരു ഫോട്ടോ എടുപ്പ് മാത്രമായിരിക്കും. എനിക്കത് മനസ്സിലാവുന്നില്ല. എന്ന് വെച്ചാൽ വേറെ സംസ്ഥാന നേതാക്കളോ BJPയുടെ മറ്റാളുകളെയോ വിളിച്ചുകൊണ്ടല്ല പോയത്. വ്യക്തിബന്ധത്തിന്റെ ബേസിൽ പോയതാണ്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് കൂടി വരുന്ന അവസരത്തിൽ തിരക്കുകൾ അദ്ദേഹത്തിന് കൂടും. അപ്പോൾ അതിനനുസരിച്ച് ഒന്ന് കാണണം എന്ന് കരുതിയൊക്കെയാണ് പോയത്. പിന്നെ 24 ആണല്ലോ വന്നത്. എങ്ങനെ വന്നു എന്നുള്ളതാണ് എനിക്കും അറിയാൻ വരാത്തത്. അപ്പോൾ ഈ 24 നിന്നാണല്ലോ ഈ തുടക്കം. അതുകൊണ്ട് 24 വിചാരിക്കുന്ന പോലെയൊന്നും കാര്യങ്ങളിലേക്ക് പോകില്ല. അതാണ്. അല്ല, ഞങ്ങളൊരു ഇതിനു മുമ്പ് 8-10 വട്ടമെങ്കിലും കണ്ടിട്ട് അത് വീട്ടിലേക്ക് വന്നിരുന്നല്ലോ. ഇവിടെ വന്നിട്ടുണ്ട് പ്രകാശ് ജാവ്ദേക്കർ. BJPയിലേക്ക് പോകുന്ന പ്രചരണം നിൽക്കുന്നു. നിങ്ങൾ പ്രചരിപ്പിച്ചോ? CPMമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നു എന്ന് പറയുന്നു. ഈ സമയത്ത് ഈ പ്രകാശ് ജാവ്ദേക്കറുമായിട്ടുള്ള കൂടിക്കാഴ്ച തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ഇതൊരു സമ്മർദ്ദ തന്ത്രമാണോ? അതെല്ലാം പാർട്ടിയെ സമ്മർദ്ദ തന്ത്രത്തിൽ കൊണ്ടാക്കിയിട്ട് ഉണ്ടായാൽ അതും ആ പാർട്ടി പേടിക്കുന്ന പാർട്ടിയാണോ CPM? അതുകൊണ്ടൊന്നുമല്ല. ഈ താങ്കൾ ഈ പോയ തെരഞ്ഞെടുപ്പിന് പാർട്ടി ഒരു തെരഞ്ഞെടുപ്പിന് നേരിടുകയാണ്. ആ ഘട്ടത്തിൽ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് ആളുകൾ പോകുന്നു എന്ന പ്രചരണം CPM തന്നെ നടത്തും. ആ സമയത്ത് താങ്കളെ പോലെ ഒരു മുതിർന്ന നേതാവ് BJP നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നു. അത് ശരിയായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? അതായത് അതിനകത്ത് ഒരു പെസക് പറ്റിയിട്ടുണ്ടെന്നുള്ളത് വസ്തുതയാണ്. എന്താണ്, ഞാനൊരു നേതാവല്ല. ഇപ്പം ആ നേതാവിൻ്റെ ഓർമ്മയിലല്ല പോയതും. വ്യക്തിപരമായ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തിപരമായ ഒരു ആവശ്യത്തിന് വേണ്ടി പോയതാണ്. പിന്നെ 24 ഇങ്ങനെ അവർക്ക് എങ്ങനെ കിട്ടിയെന്നറിയില്ല. അവരുമായിട്ട് മറച്ചു വെക്കുകയും ചെയ്തിട്ടില്ല. വേണമെങ്കിൽ അവിടെ പല ആളുകളും ബാക്ക് ഡോറിൽ കൂടി പോകുന്ന പോലെ എനിക്കും പോകായിരുന്നു. അതൊന്നും നല്ല കാര്യം. ഞാനത് കഴിഞ്ഞിട്ട് അവിടെ 24ൻ്റെ റെപ്രസെൻറ്റേറ്റീവ് നിൽക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ സംസാരിച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. എന്നിട്ട് ഇൻ്റർവ്യൂ കൊടുത്തിട്ടാണല്ലോ വന്നത്. ഒത്തിരി നേരം ഇരുന്ന് സംസാരിക്കുകയും ചെയ്തില്ലല്ലോ. അവരുടെയും സമയം തിരക്കുണ്ട്, നമുക്കും ഒപ്പം തന്നെ വരണമെന്നുണ്ടായിരുന്നു. ചേരാനോ മെമ്പർഷിപ്പ് എടുക്കാനോ ഒക്കെ ആണെങ്കിൽ അതല്ലല്ലോ, ഒരു തയ്യാറെടുപ്പ് വേണ്ടേ? പിന്നെ കേരളത്തിൻ്റെ ഏതെങ്കിലും നേതാക്കളില്ലാതെ അങ്ങനെ നടക്കുമോ? അങ്ങനെയൊന്നും ഒരു എന്താ പറയുക, പത്രവാർത്തകളിൽ കൂടി ഇങ്ങനെ കടന്നു പോകാം എന്നുള്ളതല്ലാതെ BJPയിലേക്ക് പ്രവേശിക്കാനോ മെമ്പർഷിപ്പ് എടുക്കാനോ ഉദ്ദേശിച്ചിട്ടില്ല.
അങ്ങനെ യാതൊരു ഉദ്ദേശവും ഇല്ല. ഈ സന്ദർശനം കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ CPM-ന്റെ നേതാക്കൾ ആരെങ്കിലും താങ്കളെ വിളിച്ചിരുന്നു, സംസാരിച്ചിരുന്നു. രാത്രി തന്നെ വിളിച്ചു, ഇത് എന്താണ് TV-യിൽ ഓടണമെന്ന്. ഈ TV മുഴുവൻ ഇങ്ങനെ ഇരിക്കാനാണോ, ആണ്ടുകളോളം ഇങ്ങനെ ഇരിക്കാനാണോ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 24 ഉള്ളിടത്തോളം നമ്മൾ TV-യിൽ ഇരിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്തിനാ ഈ നേതാക്കന്മാരുടെ പേര് ചോദിക്കുന്നത്? നേതാക്കന്മാർ പറഞ്ഞു, ഞാൻ വിളിച്ച നേതാവിനോട് ഞാൻ പറഞ്ഞു, അതായത് അതിനകത്ത് ഒരു ചെറിയ വീഴ്ച എനിക്ക് പറ്റിയിട്ടുണ്ട്, അക്കാര്യം തുറന്നു പറയുന്നതിലൊന്നും ഒരു വിഷമം എനിക്കില്ല. എന്നെ വിളിച്ച നേതാവിനോട് സോറി പറയുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ എന്ന് മുതലായിരിക്കും പ്രചാരണത്തിന് അതിനത് എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ ഒരു പ്രശ്നമുണ്ട്. ഈ പാർട്ടിയുമായിട്ടുള്ള പ്രശ്നം തീർന്നില്ല ഇതുവരെ? അത് പറയാനാണ് ഇദ്ദേഹത്തിന്റെ ചോദ്യവും അങ്ങയുടെ ചോദ്യവും കറക്റ്റ് ആയിരിക്കും. നല്ലപോലെ പൂർണ്ണമായ മനസ്സോടെ അധ്വാനിക്കുന്ന സമയത്തും ഒരു സംശയം ഉണ്ടായി. ഇപ്പോൾ 2-3 കൊല്ലമായി ആ രംഗത്തില്ല. ഇനിയിപ്പോൾ പരസ്യമായി പോയി പ്രചരണത്തിൽ പോകുമ്പോഴും ചിരി ശരിയായില്ല, മുഖം ശരിയായില്ല, കറുത്തിരുന്നു, മുടി ഇങ്ങോട്ടേക്ക് ചെരിഞ്ഞിരുന്നു എന്ന് പറയുന്നതിനെ കേൾക്കാൻ വിഷമമുണ്ട്. അതുകൊണ്ട് ഉള്ളു തുറന്ന് മനസ്സോടുകൂടി ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് എനിക്ക് ബോധ്യമില്ലാഞ്ഞിട്ടല്ല. നേതാക്കന്മാരെല്ലാം ജീവനും ചോരയും കൊടുത്തുള്ള പ്രചരണവും ഈ പാർട്ടിയുടെ നയമൊക്കെ ആയിട്ട് നിലനിർത്താൻ വേണ്ടി പെടാപ്പാടുപെടുന്ന കാര്യമൊക്കെ അറിയാം. പക്ഷേ ഇന്നലത്തെ ആ ഒരു തിരക്കങ്ങ് വിട്ടുപോയി എന്നുള്ള ഒരു യാഥാർത്ഥ്യം മാത്രമേ അതിനകത്തുള്ളൂ. വേറെ ഒന്നും പത്രം മീഡിയാസ് ഒന്നും ചിന്തിക്കേണ്ടതില്ല. അല്ല, CPM അത് ഉണ്ടെന്ന്, അതൊരു പ്രശ്നമാണ്. എന്ന് വെച്ചാൽ ഇന്ന് വരെ പാർട്ടിക്കെതിരെ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല. പരമാവധി പാർട്ടിക്ക് ജീവിതവുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ മേഖലയിലും ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു. LDF കൺവെൻഷനിൽ പങ്കെടുത്തതിന് ശേഷം ഈ പ്രകാശ് ജാവദേക്കറുമായിട്ടുള്ള കൂടിക്കാഴ്ച അത് ഇത്രയും വലിയ വാർത്തയായത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കൂല ഇടുക്കിയിൽ? അങ്ങനെ ആക്കുമെന്ന് കരുതാതെ പോയതാണ് തെറ്റ്. അതാണ് പ്രശ്നം. അതാണ് നിങ്ങളും വന്നത്, ഞാനും ഈ പറയാൻ ഇടയായ കാര്യങ്ങൾ. അപ്പോൾ ഈ ജാവദേക്കറുമായിട്ടുള്ളൊരു കൂടിക്കാഴ്ച തെറ്റായി പോയി എന്നാണോ? അത് വ്യക്തിപരമായ കാര്യമാണ്. അതൊന്നും തെറ്റായി പോയല്ല. ഈ അവസരത്തിൽ വേണ്ടായിരുന്നു. ഞാൻ എങ്ങനെയെങ്കിലും ദൊറ പോയി കാര്യം നോക്ക് എന്ന് പറഞ്ഞു വിട്ടാൽ മതിയായിരുന്നു. അവരുടെ ഒരു നിർബന്ധം കൊണ്ട് പിന്നെ അവനെ അവരുടെ കൂടെയാണ്. ഒരു ചടങ്ങിൻ്റെ കാര്യത്തിൽ ഒരു വൈഭവമാണ്. അത് എങ്ങനെ നിഷേധിക്കുന്നതെന്ന്, പിന്നെ വേറെ പ്രത്യേക ജോലിയൊന്നും ഇല്ലല്ലോ. താങ്കളെ BJP-യിൽ എത്തിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ശ്രമം നടത്തുന്നത് തമിഴ്നാട്ടിലെ OBC മോർച്ച പ്രസിഡന്റായിട്ടുള്ള ദുരൈയാണെന്നുള്ളത് വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഇങ്ങനെ അദ്ദേഹത്തിന്റെ കൂടെ അങ്ങനെ ഒരു പ്രചരണമൊന്നുമില്ല. വീട്ടിൽ ബന്ധുക്കളല്ലേ വീട്ടിൽ വരുമ്പോഴും അങ്ങനെ അവർ പറയുന്നതെല്ലാം കേൾക്കുന്ന ആളുമല്ല. അങ്ങനെയാണെങ്കിൽ നേരത്തെ എടുത്ത് പോകണ്ടേ? പോയില്ലല്ലോ. ദുരൈ ബന്ധുവാണ്. ഈ ചിത്രം താങ്കളെ ഞാൻ സത്യത്തിൽ ഇപ്പോഴും കണ്ടിട്ടില്ല കേട്ടോ. പക്ഷെ കാണാൻ സമയം കിട്ടിയിട്ട് വേണ്ടേ? ഉണ്ട്. ഞങ്ങൾ നിന്ന് ഫോട്ടോ എടുത്തു. അത് മറച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ. ആ ഫോട്ടോ മനഃപൂർവ്വം താങ്കൾ അവിടെ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ ആ ചിത്രം പുറത്തു വന്നു. അതായത് അവരുടെ പാർട്ടിയുടെ രീതി എങ്ങനെയാണെന്ന് അറിയില്ല. ഒരു പക്ഷേ ഫോട്ടോ എടുക്കണം എന്ന് കരുതിയപ്പോൾ ആദ്യം ഇങ്ങനെ ഇരുന്നാണല്ലോ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അന്നേരം ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തിനാണ് ഇത് തന്നെ ആദ്യം വരുന്നതല്ലല്ലോ, പിന്നെ എന്തിനാ ഫോട്ടോ എടുക്കുന്നത്? നേരത്തെ അറിയാവുന്നയാൾ ബന്ധമുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്, അതിനിപ്പോൾ ഫോട്ടോ ഉണ്ടല്ലോ, പഴയ ഫോട്ടോ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. എന്നാലും പോകുമ്പോൾ കൂടെ വന്ന ശരവണനാണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിൻ്റെ പേര് അതാണെന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞു എന്താണേലും ഞാൻ ആദ്യമായിട്ടല്ലേ വരെ ഒരു ഫോട്ടോ എടുക്കാൻ എല്ലാവരും കൂടെ കൂടിയെന്ന് പറഞ്ഞു. അങ്ങനെ നിന്ന് പോയതാ. ഇല്ല, അതൊക്കെ ബോധപൂർവം അല്ലേ, ബോധത്തോടു കൂടിയല്ലേ പോയത്. അത് ഒരു പക്ഷേ ഈ പറഞ്ഞ അവിടെ നിന്ന് ഇപ്പോൾ ആർക്കെങ്കിലും ഫോട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. അവർ ഇതിങ്ങനെ മീഡിയാസ് പിന്നെ എങ്ങനെ ഞാൻ പോയത് 24 അറിഞ്ഞത്? അതേന്ന് എനിക്ക് അത് തന്നെ ദുരയാണ്. അതൊക്കെ ശരിയാ. ഇങ്ങനെ ഞങ്ങൾ 3 പേര് നിന്ന് എടുത്താണ്. ചോദിക്കും എന്തോ പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ. അതല്ല, ഈ പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ ചർച്ച ചെയ്തത്. അത് അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ആദ്യം എന്താ പറഞ്ഞത്? 24 ചോദിച്ചപ്പോൾ ഇൻവിറ്റേഷൻ കൊടുക്കാൻ പോവാന്ന് ആരാ പറഞ്ഞേ? ദുരയാ പറഞ്ഞേ അല്ലേ? അത് കഴിഞ്ഞിട്ട് അന്ന് കൂടെ പോയി കാര്യങ്ങൾ സൗഹൃദമായി സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഈ പ്ലാന്റേഷന്റെ പ്രശ്നം തീർത്തൂടെ? അത് നിങ്ങൾക്ക് പ്ലാന്റേഷൻ ആളുകളുടെ ജീവിതം അറിയാൻ മേല. അത് പോകുന്ന പോക്കിൽ ജീവിതത്തിൽ ഞാൻ അതിൽ ജനിച്ചു വളർന്ന ആളായതുകൊണ്ട് ഒന്ന് ആനയുടെ ഒക്കെ ശല്യം ഭയങ്കര പ്രശ്നമാണ്.
രണ്ട്, ഇപ്പോഴും ന്യൂ ജനറേഷൻ താമസിക്കുന്ന വീടുകളെ സംബന്ധിച്ച് വലിയ പ്രശ്നമാണ്. ആ കൂട്ടത്തിൽ ഇങ്ങനെ അതിൻ്റെ ഒരു സംസാര വിഷയം അങ്ങനെ നടന്നു. എന്താണ് നിങ്ങൾ സംസാരിച്ചത് 3/4 മണിക്കൂർ എന്ന് പറയുമ്പോൾ വെറുതെ ഞങ്ങൾ മുഖം നോക്കിക്കൊണ്ടിരുന്നെന്ന് പറയാൻ ഒക്കുവോ? പറഞ്ഞ കാര്യം പറഞ്ഞു, അത്ര തന്നെ. ഇപ്പൊ ഒരു തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നു, ഒരു കാവൽ മന്ത്രിസഭയാണ് അവിടെ ഉള്ളത്. അപ്പൊ ഇപ്പൊ ചെന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ചൊന്നും നടക്കാനില്ല. താങ്കൾ തിരക്ക് പിടിച്ച് ഈ സമയം തന്നെ തിരക്ക് പിടിച്ച് ഇതിനു വേണ്ടി പോയതല്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ഒരു 3 ഡേറ്റുകൾ വേണമായിരുന്നു. അപ്പം അതിൻ്റെ കൂടെ തന്നെ വേറെ ഒരു നേതാവുണ്ട്, ലക്ഷ്മണൻ, അദ്ദേഹം ആന്ധ്രയിലാണ്. അപ്പോൾ അങ്ങനെ 1-2 ആളുകളുടെയും കൂടെ ഡേറ്റ് കിട്ടാൻ വേണ്ടി ഒരു ചോയ്സ് 2-3 ഡേറ്റ് എടുക്കാൻ വേണ്ടി പോയതാണ്. ഏതാണ് വരാനുള്ള സൗകര്യം. അപ്പോൾ അവർ തിരഞ്ഞെടുപ്പ് കണ്ടിട്ട് എൻ്റെ ഡേറ്റ് തരാം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അതിനു വേണ്ടി പോയതാണ്. പോയ കൂട്ടത്തിൽ എന്തുണ്ട് നാട്ടിലെ വിശേഷം. അപ്പം ഞാൻ പറഞ്ഞു 5-6 എണ്ണം ചെത്തിട്ടുണ്ട് ആളുകൾ. ആനയാണ് ഇപ്പം മുഴുവനും നടപ്പ് എന്ന് പറഞ്ഞു. ഞങ്ങളിപ്പോൾ രാവിലെ നടപ്പില്ല, ആനയാണ് ഇച്ചിരി വണ്ണം വെച്ചല്ലോ എന്ന് ചോദിച്ചു. ആനയാണ് നടക്കുന്നത്, ഇപ്പം ഞങ്ങൾ നടക്കുന്നില്ല എന്ന് തോന്നുന്നു. എന്താ പ്രശ്നം? ക്ഷണിച്ചു. ഇനി എന്താ വെറുതെ അല്ലേ ഇരിക്കണേ, ഒന്നുകൂടെ എന്ന് വെച്ചു. ചില ബി.ജെ.പി. നേതാക്കൾ കേരളത്തിൽ പറയുന്നുണ്ട് രാജേന്ദ്രൻ 2-3 ദിവസത്തിനുള്ളിൽ ബി.ജെ.പിയിൽ മെമ്പർഷിപ്പ് എടുക്കുമെന്ന് ഉറപ്പിച്ചു പറയുന്നു. എന്നാൽ പിന്നെ അന്നേരം ആദ്യം വിളിക്കാം, ഞാൻ മെമ്പർഷിപ്പ് എടുക്കുന്ന കാര്യം പറയാം. ഈ നിമിഷം CPM തന്നെ തുടരും, ബി.ജെ.പി. ഈ നിമിഷം എന്നല്ല, അങ്ങനെ CPM-ലാണ് തുടരുന്നത്. പോരെ? ജില്ലാ സെക്രട്ടറി ഒക്കെ നേരിട്ട് വന്ന് സംസാരിക്കുകയും പാർട്ടിയിലേക്ക് മടങ്ങി. ജില്ലാ സെക്രട്ടറി മാത്രമല്ല, ജില്ലാ സെക്രട്ടറിയും സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് അംഗവും മണിയാശാനും കൂടെ ഇരുന്ന് സംസാരിച്ചു. മണിയാശാൻ ചോദിച്ചു, ഞാൻ നിന്നെ വല്ലതും പറഞ്ഞോടാ ഇന്ന് വരെ എന്ന് ചോദിച്ചു. ഞാൻ മണിയാശാൻ ഒന്നും പറഞ്ഞില്ലെന്നും പറഞ്ഞു. പിന്നെ പറഞ്ഞു, സാഹു എന്നെ വെടിവെക്കൊന്ന് പറഞ്ഞിരുന്നു, ഞാൻ ഒരു 3 വർഷത്തേക്ക് അവധി ചോദിച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് വെടിവെച്ചോളാനും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ആ ജോയി രക്തസാക്ഷി ദിനാചരണം അത് അവിടെത്തെ കാര്യമല്ലേ, അതിൻ്റെ കൂടെ ഇത് പറഞ്ഞായിരുന്നു. ചിലപ്പോൾ വന്നിട്ടുണ്ടാവും, പോട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങളെ വിടുകയും ചെയ്തു. പ്രശ്നം അങ്ങനെ ഞാൻ പറയുന്ന ഒരു വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. പാർട്ടിക്കകത്ത് നിന്ന് ഒരാൾ പാർട്ടിയെ ചതിച്ചു എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. എനിക്കത് അങ്ങനെ അത്ര ബുദ്ധിമുട്ടുള്ള പാർട്ടി അന്വേഷണ കമ്മീഷൻ ഒരു കാര്യം കണ്ടെത്തിയിരിക്കുന്നു. അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകൻ ആ നടപടി അംഗീകരിക്കുകയും തെറ്റ് തിരുത്തുകയും മടങ്ങിയെത്തുകയുമാണല്ലോ പാർട്ടിയുടെ നയം, അല്ലെ നടപടി? അത് കറക്റ്റാണ്, നടപടി കറക്റ്റാണ്. പക്ഷേ അല്ല, അതിനകത്ത് ഒരു പ്രശ്നമുണ്ട്. ഈ നടപടിക്രമങ്ങളെല്ലാം കൃത്രിമം ഉണ്ടാവരുത്. ഒരാളെ സംബന്ധിച്ച് അന്വേഷിക്കുമ്പോൾ നീ ഒപ്പിട്ട് തന്നേരം ഞാൻ എഴുതിക്കൊള്ളാം എന്ന് പറഞ്ഞ് ഒപ്പിട്ട് വാങ്ങിച്ച് കമ്മീഷൻ ഉണ്ടാക്കലല്ല പണി. ഏതെങ്കിലും വീട്ടിൽ പോയി ഇരുന്നിട്ട് റിപ്പോർട്ട് തിരുത്തലല്ല പണി. യാദൃശ്യമാവണം. ഇപ്പോൾ അന്ന് കമ്മീഷനിൽ റിപ്പോർട്ടിൽ സാക്ഷി പറഞ്ഞ് പലരും ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ജില്ലാ സെക്രട്ടറിയെ വിളിച്ച് ഞങ്ങളോട് പറയാൻ പറഞ്ഞിട്ട് പറഞ്ഞതാണ്, ഞങ്ങൾക്കിതൊന്നും അറിയില്ല എന്ന്. മൂന്നാറിൽ സംഭവം നടന്നെന്ന് മറയൂരിൽ സംഭവം നടന്നെന്ന് മൂന്നാറിലും പാർട്ടി റിപ്പോർട്ട് ചെയ്യാൻ ഒരാളുടെ കയ്യിൽ, നിങ്ങളുടെ കയ്യിലാണല്ലോ മൈക്ക് എന്ന് പറയുന്നത് പോലെ പറയാൻ ഉത്തരവാദിത്തപ്പെട്ട ആൾ ഈ പണിയെല്ലാം ചെയ്യുമ്പോൾ കേൾക്കുന്നവർ വിശ്വസിക്കുകയല്ലാതെ എന്ത് ചെയ്യും? പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ പള്ളിയിൽ അച്ഛൻ പറയുന്നതൊക്കെ പ്രാർത്ഥനയിൽ കേൾക്കാമെന്ന് പറയുന്ന പോലെ നേതാവായ ആൾ ഇവൻ ഇങ്ങനെയാണ്, ഇവൻ അങ്ങനെയാണ്, അവിടെ ചെയ്തു, മറയൂരിൽ പോയി മൂന്നാറിൽ ചെയ്തു, മൂന്നാറിൽ നിന്ന് മറയൂരിൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ വിശ്വാസത്തിൽ എടുത്തതല്ലേ. അല്ലാണ്ട് ആയിക്കോട്ടെ, അതുകൊണ്ട് എനിക്കെന്താ, ഞാൻ പറയും കമ്മീഷന്റെ നടപടി അത് ഞാൻ അതിനെ വിമർശിക്കുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളുകൊണ്ട് പലർക്കും ഇപ്പോൾ ബോധ്യമുണ്ട് ശരിയാണോന്ന്. തള്ളിപ്പറയാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും, അതിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അത് ശരിയല്ലായിരുന്നു എന്നുള്ള ഉള്ളിലെ ബോധം അവർക്ക് എത്രമാത്രം ഉണ്ട് എന്ന് എനിക്കറിയില്ല. ആ വസ്തുത അത് തന്നെ ഇപ്പോൾ പലരും പറയുന്നുണ്ട്. ബി.ജെ.പിയിലേക്ക് പോകരുതെന്ന് ഇവിടുത്തെ നേതാക്കൾ പറഞ്ഞു. ആരും പറഞ്ഞിട്ടില്ല, അങ്ങനെയൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ബി.ജെ.പിയിലേക്ക് ഈ ചർച്ചകളൊക്കെ വന്നപ്പോൾ ബി.ജെ.പിയിലേക്ക് എന്തെങ്കിലും ആളുകൾ സംസാരിച്ചിരുന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചോ? അങ്ങനെയൊന്നുമില്ല. ബി.ജെ.പിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ചോദിച്ചില്ല. അങ്ങനെയൊന്നും ചോദിച്ചില്ല. തെരഞ്ഞെടുപ്പിൽ ഇറങ്ങണം, എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. അതായത് ഈ അർത്ഥത്തിലായിരിക്കും, എന്താണ് ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചാൽ എന്താണ് നിന്റെ മനസ്സിരിപ്പ് എന്നുള്ളത് അറിയാനായിരിക്കും അങ്ങനെ ചോദിച്ചത്. കെ.വി. ശശിയുടെ ചില സ്റ്റേറ്റ്മെന്റ് ഹിന്ദുവിൽ നോക്കിയില്ലായിരുന്നോ? എനിക്കും രാജേന്ദ്രനും പൊളിത്തകരാറില്ലെന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ അങ്ങരുടെ വീടിൻ്റെ അടുത്തല്ലോ സ്ഥലം വാങ്ങിച്ചത്. അത് പാർട്ടിയുടെ നിലപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയിലേക്ക് ഈ വിഷയം കൊണ്ടുപോയത് ആരാണ്? ആ വിഷയം കൊണ്ടുപോകുന്നതിന് മുമ്പ് ഞാൻ ഒരു തെറ്റ് ചെയ്തു എന്നിരിക്കട്ടെ, അല്ലെ രാജയ്ക്കെതിരെ രാജയുടെ പേര് പറഞ്ഞില്ല എന്നിരിക്കട്ടെ, എതിരെ പ്രവർത്തിച്ചു എന്നിരിക്കട്ടെ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണോ അന്വേഷിക്കുന്നത്?
ആ ഘട്ടത്തിൽ, ആ സമയത്ത്, ആ സെക്കൻഡിൽ അന്ന് തന്നെ ശശി അതിൻ്റെ മേളിലുള്ള ആളുകളോട് പറഞ്ഞിട്ട് ഇന്ന സ്ഥലത്ത് ഇന്ന പണി കാണിച്ചു എന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പേ എന്നെ തിരുത്താനുള്ള ബാധ്യത പാർട്ടിക്കില്ലേ, നേതാക്കൾക്കില്ലേ? അതെല്ലാം വിട്ടിട്ട് ജയിച്ചു. കേക്ക് മുറിക്കുകയാണ്. ഞാനും എൻ്റെ സുഹൃത്തും അടുത്ത് നിൽക്കുകയാണ്. കേക്കിൻ്റെ ഒരു പീസിനെ ഇങ്ങനെ കാത്തിരിക്കുകയല്ല. പക്ഷേ അതിൻ്റെ മാനസിക വിഷമം വേറെയാണ്. ഇടുക്കിയിൽ പോയിട്ട് വരുന്ന മുമ്പ് കസാരയും മേശയും അവിടെ നിന്ന് മാറ്റുക എന്ന് പറയുന്ന പാർട്ടി തീരുമാനമല്ല. അപ്പോൾ 24-ലാണ് ആദ്യത്തെ വാർത്ത വരുന്നത്. തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് രാജേന്ദ്രൻ പുറന്നെറിഞ്ഞാലും രാജാ ജയിച്ചു, എന്നെക്കാളും കൂടുതൽ വോട്ടിലാണ് ജയിച്ചത്. 24-കാർക്ക് വല്ല വിവരമുണ്ടോ? എന്നോട് ചോദിക്കണ്ടേ? എങ്ങനെ, എവിടെയൊക്കെയാണ് സാധാരണ പാർട്ടിക്ക് വോട്ട് കുറവ്, എവിടെയാണ് കൂടിയിട്ടുള്ളത്? വിവരമില്ലാത്ത ഒരു വാർത്ത അനുഭവിക്കുന്നത് ഞാൻ. ആ പെയ്ഡ് ന്യൂസാണ്, കാശ് കൊടുത്തിട്ടിട്ട വാർത്തയാണ്. അതിന്റെ പ്രശ്നമാണ് ഇപ്പോഴും തുടർന്നത്. ഞാൻ അതിന്റെ ഒന്നും നിങ്ങൾക്ക് അതിന്റെ അവകാശമൊന്നും നിങ്ങൾക്കില്ലല്ലോ. നിങ്ങൾക്ക് അതിനെ വെക്കാനുള്ള എന്ത് തെറ്റ്? അപ്പൊ 6 പറഞ്ഞു, 24ക്ക് 6 പറഞ്ഞു. ഞാൻ 6 പറഞ്ഞു. ഇന്ന് ഉണ്ടല്ലോ, ഇപ്പൊ 3 കൊല്ലം കഴിഞ്ഞു. ഒരാള് പറയട്ടെ, ഏതെങ്കിലും സ്ഥലത്ത് രാജയ്ക്കെതിരെ ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ രാജയുടെ പേര് പറഞ്ഞില്ല, ആ തെരഞ്ഞെടുപ്പിൽ ഞാൻ പ്രവർത്തിച്ചില്ലെന്ന് പറയട്ടെ. അപ്പോൾ അതല്ല, ഇത് സൃഷ്ടിച്ച് ചില ആളുകളുടെ നിലനിൽപ്പ്, അവരുടെ നിലനിൽപ്പിനെ നിലനിർത്താൻ വേണ്ടി നടത്തിയ ഒരു കഥയാണ്. ഞാനിത് എത്ര വർഷമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്, മൂന്നാറിലെ രാഷ്ട്രീയം. അത് അങ്ങനെ ഒരു എന്നോട് മാത്രം തീർന്നു പോകുന്നതല്ല, ദീർഘകാലമായുള്ള പ്രശ്നമാണ്. ആ പ്രശ്നം നേതാക്കന്മാർ ബോധ്യപ്പെടേണ്ടതുണ്ട്. അതാണ് മെമ്പർഷിപ്പ് അവിടെ നിൽക്കുന്നത്. മെമ്പർഷിപ്പ് ഇപ്പോഴും പുതുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലല്ലോ. പുതുക്കും എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം തീരണം. ഞാൻ ഇപ്പം നിങ്ങളോട് പറഞ്ഞ ആ പ്രശ്നം തീരണം, ആ പ്രശ്നം തീരണം. അതല്ലാതെ പോയത് പോട്ടെ, ഇതുവരെയുള്ളത് പോട്ടെ. ഇനി ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, മുഖം ഇച്ചിരി കറുപ്പായിരുന്നു, ചിരിച്ചില്ല, മുഖം മിനുക്കിയില്ല, അതുകൊണ്ട് 4 വോട്ട് പോയി എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രയാസമുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ ദിവസം പറഞ്ഞു, എസ് രാജേന്ദ്രനെ നേതൃത്വ നിരയിലേക്ക് അടക്കം കൊണ്ടുവരാനുള്ള ശ്രമമാണെന്ന് പറഞ്ഞു. രാജേന്ദ്രനെ പോലുള്ള നേതാക്കൾ അങ്ങനെ പറഞ്ഞില്ല. അതായത് വിട്ടുപോയ തയ്യാറായി ശ്രമങ്ങൾ തുടർന്നു എന്നേ പറഞ്ഞുള്ളൂ. രാജേന്ദ്രനൊക്കെ അവിടെ ഒരു പ്രത്യേക ഏർപ്പാടൊന്നുമില്ല. രാജേന്ദ്രനെ പറ്റി പറഞ്ഞപ്പോ സംസ്ഥാനത്തുടനീളം ഇങ്ങനെ കുറെ നേതാക്കന്മാരുണ്ട്, അവരുടെ കാര്യങ്ങൾ അങ്ങനെ പൊതുവിൽ പറഞ്ഞു എന്നുള്ളതല്ല. എനിക്ക് വേണ്ടി ഒരു പ്രത്യേക സ്റ്റേറ്റ്മെന്റ് ഒന്നും കൊടുത്തില്ല. രാജേന്ദ്രനെ പോലൊരു നേതാവ് എന്റെ പൊന്ന് വേല വെക്കല്ലേ, വേലത്തരം വേണ്ട, വേലത്തരം. രാജേന്ദ്രന്റെ മെമ്പർഷിപ്പ് പുതുപ്പിക്കുവോ എന്നുള്ള ചോദ്യത്തിന് അതുപോലെയുള്ള ആളുകൾ നേതാക്കന്മാരായി മുൻനിരയിൽ വരേണ്ടതുണ്ട്. അത് പാർട്ടി ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ്. നിലവിൽ ഈ ഘട്ടത്തിൽ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ല. ഇല്ല. അത് ഈ പറഞ്ഞ പോലെ ശിക്ഷിക്കപ്പെട്ട ആൾ എങ്ങനെ മേളിലേക്ക് കയറുന്നേ? ഞാൻ ആവശ്യപ്പെട്ടല്ലോ, ഇനി എന്നെ വിശ്വാസമില്ല, ഞാൻ പാർട്ടി മെമ്പർഷിപ്പിൽ താഴെ നിൽക്കാം. അത് പാർട്ടിയോട് വാശിയൊന്നുമില്ലെന്നേ. പാർട്ടിയോട് എന്ത് ഡിമാൻഡ് വെക്കാനാ? പാർട്ടിയോട് എത്തിച്ചതിൽ ഒരു വലിയ ഡിമാൻഡ് പാർട്ടിക്കുണ്ടല്ലോ. KV ശശി ആണ് എനിക്ക് പ്രശ്നം തന്നെയാണ്. KV ശശി പ്രശ്നം തന്നെ. ഞാൻ ഇപ്പോഴും പാർട്ടി നിലപാട് പാർട്ടി പറഞ്ഞിട്ടാണ് നടപടി സ്വീകരിച്ചത്. പാർട്ടിയെ കൊണ്ട് നടപടി സ്വീകരിച്ചു എന്നുള്ള സ്ഥലത്താണ് ഞാൻ. പാർട്ടി നടപടി സ്വീകരിച്ചു എന്ന് അങ്ങേരും, പാർട്ടിയെ കൊണ്ട് നടപടി സ്വീകരിച്ചു എന്ന് ഞാനും. പാർട്ടി നടപടി എടുക്കാൻ ആരാണ് മുൻകൈ എടുത്തത്? എന്തുകൊണ്ട് എടുത്തു? ഞാൻ എവിടെ പറഞ്ഞു? എന്താണ് എൻ്റെ വിശ്വാസക്കുറവ്? എന്നിലുണ്ടായ വിശ്വാസക്കുറവ് എന്താണ്? ഞാൻ അങ്ങനെ എന്താണ് പെരുമാറിയത്? അത് കറക്റ്റാണ്. ഞാനും അവിടെ വരുന്നു. ശശിയാണോ പാർട്ടി? ആണോ? ശശിയാണോ പാർട്ടി? അതാണ്. അവിടത്തേക്ക് വാ രാജേന്ദ്രൻ പാർട്ടിയിൽ. ഞാൻ പറഞ്ഞ അതാണ്. ശശി പറയുന്ന വാക്കാണ് ശരി എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ പോകട്ടെ. ശശി പറയുന്ന വാക്കുകൾ ഒപ്പം വേറെ വാക്കുകൾ പറഞ്ഞാൽ ഏതാണ് ശരിയെന്ന് കാണുന്നതാണ് പാർട്ടി. ആ പാർട്ടി ആയിട്ടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ആ പാർട്ടിയാണ് ഞാൻ കാണുന്നത്. ഒരാൾ പറയുന്നത് മാത്രം പാർട്ടി ആവില്ലല്ലോ.
പാർട്ടി എന്ന് പറയുന്നത് എല്ലാവരുടെയും കൂടെ അഭിപ്രായത്തിൻ്റെ ഭൂരിപക്ഷം, അല്ലെങ്കിൽ അങ്ങനെ വേണ്ട, അതിൽ എന്താണോ ഒരു നീതിബോധമുണ്ടല്ലോ അങ്ങനെ വേണ്ടേ. ഒരാൾ ചെയ്തെങ്കിൽ ചെയ്തു, ആ പാർട്ടിയെ അങ്ങനെ താങ്കളുടെ ഒരു വിമർശനത്തിലേക്ക് വന്ന പാർട്ടി കരുതുന്ന എന്താ, ഇവൻ തെറ്റ് ചെയ്തു പുറത്ത് നിൽക്കട്ടെ, അതല്ലേ. ഞാൻ പുറത്താ നിൽക്കണേ, പാർട്ടി കരുതുന്ന പോലെ ഞാൻ നിന്നാൽ പോരെ. താങ്കൾക്കെതിരെ താങ്കളുടെ അംഗത്വം സസ്പെൻഡ് ചെയ്തു, ആ കാലാവധി കഴിഞ്ഞു, സ്വാഭാവികമായിട്ടും പാർട്ടി മടക്കി. ആര് പറഞ്ഞു? പിന്നെ കോടിയേരി ഈ സസ്പെൻഷനിൽ 4-ാമത്തെ മാസം തിരിച്ചെടുക്കാൻ പറഞ്ഞല്ലോ. അപ്പീൽ കൊടുത്തപ്പോൾ 4-ാമത്തെ മാസം തിരിച്ചെടുക്കാൻ പറഞ്ഞു. എടുത്തോ? എടുത്തില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് 1 കൊല്ലം കംപ്ലീറ്റ് ചെയ്തു. പിന്നെ സംസാരിച്ചോ? സംസാരിച്ചില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് 1 കൊല്ലം കഴിഞ്ഞ് സംസാരിച്ചോ? സംസാരിച്ചില്ല. ഈ തെരഞ്ഞെടുപ്പ് വന്നില്ലായിരുന്നെങ്കിൽ സംസാരിക്കുമോ? തെരഞ്ഞെടുപ്പ് വന്നതുകൊണ്ട് മാത്രമാണ് താങ്കൾ പാർട്ടി തിരിച്ചെടുക്കാൻ ഉദ്ദേശിച്ചത്. അത് സ്വാഭാവികമായിട്ടും പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. പാർട്ടി വിട്ടുപോയവരെല്ലാം കൂട്ടിച്ചേർക്കുക എന്നുള്ളത് പാർട്ടി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇത് വന്നതാണെന്ന് കരുതിയാൽ മതി. രാജേന്ദ്രന്റെ കാര്യത്തിൽ എന്തെങ്കിലും പ്രത്യേക താല്പര്യം പാർട്ടി എടുക്കും തോന്നുന്നുണ്ടോ? കാരണം 3 തവണ MLA ആയിരുന്നു, 1 തവണ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു, ജില്ലാ കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്, ഇത്രയും വലിയൊരു നേതാവാണ്. അങ്ങനെ വലിയ നേതാവല്ല. പറയൂ. അങ്ങനെ ഇപ്പൊ പോകാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ പറയുമ്പോൾ പത്രക്കാർ വലിയ നേതാവാക്കി എന്നുള്ളതല്ലാതെ വേറെ എന്ത് നേതാവാണ് ഇപ്പൊ വെറുതെ നടക്കുന്നയാള്? രാജേന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വലിയൊരു നേതാവ് തന്നെയാണല്ലോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ വരുന്നത്. അത് നിങ്ങൾ വന്നതുകൊണ്ടാണ് വലിയ നേതാവ് ആവുന്നത്, അല്ലെ മിണ്ടാണ്ടിരുന്നില്ലല്ലോ. ഇതെല്ലാം ആരെങ്കിലും കണ്ടേനെ. 24 വന്നതുകൊണ്ടാണ് ഞാൻ വലിയ നേതാവായത്. അല്ലെ ഞാൻ മിണ്ടാതെ വന്നിട്ട് ഇന്നലെ വന്ന് രാത്രി സുഖമായി ഇപ്പോൾ ഒരു അരമണിക്കൂർ കൂടുതൽ ഉറങ്ങിയേനെ. നിങ്ങൾക്കും ഉറക്കം പോയി. ഒരു 40 വർഷമായിട്ട് ഈ CPM-ന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരാൾ, ആശയധാര പിന്തുടരുന്ന ഒരാൾ, ഈ BJP-യുടെ ആശയം വേറെയാണ്, CPM എതിരെ നിൽക്കുന്ന ഒരു പാർട്ടിയുമാണ്. അപ്പം ഈ ഒരു ആശയ വ്യത്യാസം ഉള്ളപ്പോൾ തന്നെ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് BJP നേതാക്കളെ സമീപിക്കുന്നതിൽ ഒരു തെറ്റില്ലേ? തികച്ചും വ്യക്തിപരമായിരുന്നല്ലോ, സൗഹൃദത്തിലായിരുന്നല്ലോ. ഈ പത്മജ വേണുഗോപാല്, പത്മിനി, കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ പോയി. അവരൊക്കെ പോയത് തന്നെ CPM ആഘോഷിക്കുകയാണ്, അല്ലെങ്കിൽ CPM അതിനെ വലിയ ആയുധമാക്കുന്നുണ്ട്, രാഷ്ട്രീയ ആയുധമാക്കുന്നുണ്ട്. അതിനിടയിൽ രാജേന്ദ്രനെ പോലെ ഒരു നേതാവ്, MLA ആയിരുന്ന 3 തവണ 15 വർഷം MLA ആയിരുന്ന ഒരാള് ഇങ്ങനെ ഈ ഘട്ടത്തിൽ പോകുമ്പോൾ, അതും BJP-യിലേക്കെന്ന ചർച്ച എത്രയും സജീവമായി നിൽക്കുന്ന സമയത്ത് പോകുമ്പോൾ, അത് വലിയ തരത്തിലുള്ളൊരു പാർട്ടിക്ക് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം അല്ല. അതായത് ഞാനൊരു ഇപ്പോൾ സജീവ പ്രവർത്തകനല്ല. 2 പത്മ വേണുഗോപാൽ ചേച്ചിയും മറ്റു വേറെ ഒരു സഹോദരിയും മെമ്പർഷിപ്പ് എടുത്ത് നിൽക്കുന്നത് പോലെയല്ല ഞാൻ. ഇവിടെ നിന്ന് നേതാക്കന്മാരെ വിളിച്ചുകൊണ്ട് പോയ ആളും അല്ല ഞാൻ. ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം വെച്ച് ദൊറയുടെ ഒരു ആവശ്യത്തിന് വേണ്ടി പോയതാണ്. അത്രയുള്ളൂ കാര്യങ്ങൾ. പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ ഒരു കാര്യം എൻ്റെ തലയിൽ വേണമായിരുന്നു. ഇത് ഈ പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ കൂടെ പോകേണ്ടതില്ല എന്നുള്ളൊരു ബോധം എനിക്ക് വേണമായിരുന്നു. അത് അങ്ങനെ വിട്ടുപോയി എന്നുള്ളത് ശരിയാണ്. തെറ്റായിപ്പോയി. അത് ശരിയാണ്, തെറ്റായിപ്പോയി എന്നുള്ളത്. ഓക്കെ.